ഓ, ഓൾക്ക് എന്ത് നഷ്ടം? നഷ്ടം മുഴുവൻ ഇക്കല്ലേ സംഭവിച്ചത്. ഓൾക്ക് എന്ത് നഷ്ടപ്പെടാൻ? ഓൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഓൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്നാണ്ട് പോയിട്ടുണ്ടെങ്കില് 2-3-4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഓൾക്കോളെ പെരക്കാര് വേറെ ചെക്കനെ കണ്ടുപിടിക്കും. പക്ഷെ ഇന്റെ കുട്ടിനല്ലേ എനിക്ക് നഷ്ടപ്പെട്ടത്. ഓൾക്ക് അതിന് ചൊല്ലിട്ട് ഒരു സങ്കടം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടോണ്ട് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുക ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇങ്ങനെ ഓരോന്ന് പറയണുണ്ടല്ലോ, ആ പെൺകുട്ടി കേൾക്കണ്ട. അതിനുണ്ടാവും നെഞ്ഞു നുറുങ്ങണ പോലത്തെ വേദന. എന്റെ മകന്റെ കൂടെ നല്ലൊരു ജീവിതേ ആശിച്ച് കേറി വന്ന പെൺകുട്ടിയാണിത്. ഇജിപ്പോ എന്റെ മകൻ നഷ്ടപ്പെട്ടതിന് ആ പെൺകുട്ടിനെ എങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമോ? ഞാൻ പറയും, ഇക്കേ നല്ലോ സങ്കടമുണ്ട്. ഈ പഴമക്കാര് പറഞ്ഞത് എത്ര ശരിയാണ്. വന്ന് കയറുന്ന പെണ്ണിന്റെ കാല് ശരിയല്ലെങ്കിലേ ആ കുടുംബം മുടിയെന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. ഇവിടെ ഒറ്റ വന്ന് കയറി 2-3 മാസം ആയിട്ടുള്ളൂ. അപ്പോത്തിനെന്തേ എന്റെ മകന്റെ ജീവണ്ട് പോയി. അതല്ലേ ഉണ്ടായത്. വേറെ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഞാൻ പറഞ്ഞതിനെ കുറ്റുള്ളൂ. ഈ പെരന്റെ ഉള്ളിൽ നടന്നതിനൊന്നും കുറ്റമില്ല. സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ആലോചിച്ചിട്ടേ ഓരോന്ന് സങ്കടപ്പെടാൻ നിൽക്കണ്ട. എന്റെ സങ്കടം കൊണ്ടാണ് ഓരോന്ന് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ കേൾക്കണ ആ പെൺകുട്ടിക്ക് അറിയണമെന്നില്ല. വെറുതെ ആലോചിച്ച് കൂട്ടിയിട്ട് വല്ല രോഗം വരുത്താൻ നിൽക്കണ്ട. പോയോരെ ഏതായാലും പോയോരെ നമുക്ക് തിരിച്ചു കിട്ടൂലല്ല. പക്ഷെ അങ്ങനെ ഒരു വിധിയാണ് എന്റെ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതിനിപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഓരോന്നും ഇങ്ങനെ ആലോചിക്കണ്ട. ഞാൻ പോയിട്ടേ പിന്നെ വരാം. ഞാൻ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചിരിക്കണ്ട കേട്ടോ. ഉള്ള പണിയൊക്കെ കഴിക്കാൻ നോക്ക് പെരയത്തെ. അറിയില്ലമ്മ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും ഒരു സ്നേഹമില്ല. കാണുമ്പോ ദേഷ്യപ്പെടുക, മുഖം ധരിച്ച് നടക്കുക, അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് ഓരോന്ന് പറയുക. ഇമ്മ എന്റെ ജീവനല്ലേ നിക്ക. ഇമ്മാന്റെ വർത്താനം കേട്ടാ വിചാരിക്കും ഞാൻ കാരണം ഇക്കാക്ക് ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ കരയണ്ട, ഒക്കെ ശരിയാവും. ഞാനിപ്പം കൂടി നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു തീരുമാനം. നാളെ വരുന്നത് ഇന്നെ കൊണ്ടുപോവാനാന്നുണ്ടെങ്കിൽ വേണ്ടമ്മ, ഞാൻ വരൂല നിങ്ങളെ കൂടെ. ഇനി മുതല് ഇതാണ് എന്റെ വീട്. എന്റെ ഒക്കെ ഇല്ലാച്ചിട്ട് ഞാൻ ഇവിടുന്ന് എവിടേക്കും വരൂല. ഇക്കാന്റെ സ്ഥാനത്ത് നിന്ന് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ഞാനെ നോക്ക്. ഞാൻ വരൂല. അതിന് മാത്രം ഇപ്പം ഇങ്ങോട്ട് വരരുത്, എന്നെ കൊണ്ടുപോവാനായിട്ട്. ഓ, പെണ്ണ് കട്ടാക്കിയ ഈ കുട്ടി ഈ കോലായപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് റബ്ബേ? അതിനും വേണ്ട ഒരു ജീവിതം. ഇങ്ങനെ പിടിവാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യല്? ഇമ്മ, മീൻ എവിടെ? അത് കൊണ്ട് എടുക്കി, ഞാൻ നന്നാക്കി തരാം. ഫ്രിഡ്ജിലാണ്. ഹലോ, വേണ്ട. ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നീല്ലേ. ഇനി ഇതിലും വലിയ ഉപകാരം നീ ചെയ്യണമെന്നില്ല. ഒരു പാത്ത് മുണ്ടാതെ അവിടെ ഇരുന്നാലും മതി. അല്ലെങ്കിൽ വേണ്ട. ഈ പെരേന്നൊന്ന് പോയി തന്നാൽ തന്നെ വലിയ ഉപകാരമായിരുന്നു. ഞാൻ എൻ്റെ ആ പെൺകുട്ടിയും കൂടി എങ്ങനെയെങ്കിലും ജീവിച്ചോണ്ട് അന്റെ ഈ മുഖം കാണണ്ടല്ലോ. ഇനി ഒരു നഷ്ടം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാങ്ങിട്ടാണ് ഇപ്പൊ മീൻ നന്നാക്കാൻ വന്നിക്കുന്നു. ഇവിടെ മീനും നന്നാക്കണ്ട, ചോറും ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഇത് ചെയ്ത് തന്നോടത്തോളം മതിയായി. എനിക്ക് അന്നോട്ടൊന്ന് പോയി തരാൻ ഞങ്ങൾ എന്തെങ്കിലും തരണ? എൻ്റെ ഉമ്മാനൊന്ന് വിളിച്ചിട്ട് അതന്നെ വലിയൊരു ഉപകാരമായിരുന്നു. മനുഷ്യനെ ഇടങ്ങറാക്കാനായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായില്ലേ. ഇക്ക് നഷ്ടപ്പെട്ടതിനെക്കാട്ടും വലിയ നഷ്ടമൊന്നും ഇനി സംഭവിക്കാനില്ല. ഇനി എന്താ എനിക്ക് വേണ്ടത്? എൻ്റെ ഒരു തരി പണ്ട ഞങ്ങൾ എടുത്തിട്ടില്ല. അത് ഫുള്ള് എൻ്റെ അടുത്ത് തന്നെ ഇല്ല. ഇനി ഒന്നും തരാനും ഇല്ല, ഒന്നിനും ഇല്ല. ആകപ്പാടുണ്ടായിരുന്ന ഒരു ബന്ധം ഞാൻ എൻ്റെ മോനും ഇതും കൂടി ഉള്ള ബന്ധമായിരുന്നു. എൻ്റെ മോൻ കണ്ടു പോയി, മോനെ പടച്ചം കൊണ്ടുപോയി. ഇനിയിപ്പൊ എനിക്ക് എന്ത് ബന്ധം ഇവിടെ ഉള്ളത്? ഒരു ബന്ധം ഇല്ലല്ലോ. എനിക്ക് എൻ്റെ പെരേക്ക് പോയിക്കൂടെ? ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മീനും നന്നാക്കണ്ട, ചോറും വെക്കണ്ട, അടിച്ചു ഒരു മട തുടക്കും മട ഒന്നും വേണ്ട. ഇതൊന്ന് പോയി തന്നാ മതി. എന്റെ മുന്നിൽ തന്നെ വരാൻ നിൽക്കണ്ട. ഇമ്മ, ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മ എന്നോട് നിങ്ങൾ ഇങ്ങനെ വെറുപ്പ് കാണിക്കണത്? ഇക്ക മരിച്ചതിൽ ഉമ്മാക്ക് മാത്രമുള്ള സങ്കടം ഇക്ക് സങ്കടമില്ല അമ്മ. ഓ, പിന്നെ വല്ലാത്ത സങ്കടമാണ് എനിക്ക്. അത് ഞാൻ നല്ലോണം കാണുന്നുണ്ട് എന്റെ മുഖത്ത്, എന്റെ ഈ സങ്കടേ. മോളെ, ഇമ്മാനോട് പുറത്ത് കാട്ടിച്ച് ഇമ്മാക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ. എന്റെ കുട്ടിനോടൊക്കെ ഒരു ദേഷ്യമില്ല.
പക്ഷെ ഇതല്ലാതെ ഉമ്മാക്കൊരു മാർഗമില്ല. ഇങ്ങനെ ഇത്താനോട് ഇമ്മ ദേഷ്യപ്പെടലില്ലല്ലോ. ഇത്താന്ന് വെച്ച ജീവനെങ്കിലും ഉമ്മാക്ക്. ഇപ്പൊ ഉമ്മാക്ക് എന്താ പറ്റിയെന്ന് ഇക്കും മനസ്സിലാവണില്ല ഇത്താ. ഞാന്ന് വെച്ചാല് ജീവനേന്ന് ഉമ്മാക്ക് അതെനിക്കറിയാം. നല്ലോ അഹങ്കരിച്ചിരുന്നു ഞാൻ. ലോകത്തിലെ ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന്. നാത്തൂന് നല്ല സ്നേഹം, ഇക്കാക്ക് നല്ല സ്നേഹം, ഇമ്മാക്ക് നല്ല സ്നേഹം. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്. എന്റെ അടുത്തുനിന്ന് പോയതോടെ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാരും സ്നേഹം. വിഷമിക്കണ്ട. ചിലപ്പോ ഉമ്മാന്റെ സങ്കടം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോവുക ഇത്താനോട്. അല്ലാതെ ഇത്താനോട് ഒരു ദേഷ്യം ഇല്ല. മോളെ നമ്മളൊക്കെ ഡ്രസ്സ് ഉണ്ടല്ലോ, കുറേ പുതിയ ഡ്രസ്സുകൾ ഉണ്ടോ, ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, പാന്റ് ഷർട്ടുകളൊക്കെ. അതൊക്കെ ഈ പാവപ്പെട്ട കുട്ടികളുണ്ടാവും, അവർക്ക് കൊടുത്താളെ മോള് പോയിട്ട്. അതൊന്നും ആർക്കും കൊടുക്കണ്ട. അതെന്തിനു പാത്തക്കണത്? ഞാൻ അത് അനക്കിട്ട് നടക്കാനാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ നിങ്ങൾ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിക്കണം. ഇമ്മാരുടെ സംസാരം കേട്ടാത്തൊന്നും ഞാൻ കാരണമാണ് ഇക്കാക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇക്കൊല്യമ്മ വിഷമം. എന്റെ നെഞ്ഞു നീർണോ പോകണമെന്ന് ആരും അറിയണില്ല. ഇക്കന്റെ ഈ കൊണകൊണ വർത്താനം കേൾക്കാനേ നേരമില്ല. ഇപ്പൊ ഇജേ പറഞ്ഞത് കേൾക്കട്ടെ മോളെ, അതുപോലെ അത് ചെയ്താളാം. അതിങ്ങനെ പാത്ത് വെച്ചിട്ട് എന്തിനാണ്? ഇടണോരിട്ടോട്ടെ. മോളൊരു കൊണകൊണ വർത്താനം കൊണ്ട് വന്നിക്കുന്നു. ഇത്ത കരയണ്ട. ഇപ്പൊ ഇമ്മ എന്തെങ്കിലും വിഷമം കൊണ്ട് പറഞ്ഞു പോണ അവസ്ഥ. ഇക്കാന്റെ മരണം അമ്മക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞ എനിക്ക് പോലും സഹിക്കണില്ല. എന്ത് രസമാണ് നമ്മളെ ഈ വീട്, കളിയും ചെറിയും തമാശയൊക്കെ ആയിട്ട്. ഇത്ത വിഷമിക്കണ്ട. ഇപ്പൊ അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞു പോണ അവസ്ഥ. എന്തിനാ അമ്മ നിങ്ങൾ ആ പാവത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇനി ഞാൻ എന്താ ചെയ്യണ്ട മോളെ, അത് പറയിച്ചി. ഓളമ്മ ഇവിടെ 2 ദിവസം മുന്നേ വന്നപ്പോളേ ഓള് പറഞ്ഞത് കേട്ടില്ലേ ജി? ഞാൻ ഇവിടുന്ന് വരണില്ല, ഇനി മുതൽ ഇന്റെ വീട് ഇവിടെയാണ് എന്നുള്ളത്. ഒരു കുട്ടി പോലും ഇല്ല ഓൾക്ക്. ഇനി എന്തിനാണ് ഓള് ഇവിടെ നിക്കണത്? മോളത് പറയും. ഇപ്പൊ കുട്ടി ഉണ്ടെങ്കിലും അതിനും വേണ്ട മോളെ ഒരു ജീവിതം. കയറി വന്നിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനോട് നമ്മളൊരു തരി സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിൽക്കും. അതിന്റെ മനസ്സൊരു നിഷ്കളങ്ക മനസ്സാണ് മോളെ. നമ്മൾ അതിനെവിടെ പിടിച്ചു നിർത്തണം. ഇമ്മാക്ക് അതിനോടൊരു സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നല്ല. ഇമ്മാക്ക് നല്ലോ വിഷമമുണ്ട് അതിനായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കണേ. വേറെ നിവൃത്തില്ല മോളെ. ഇതല്ലാതെ ഉമ്മാന്റെ മുന്നിൽ വേറെ നിവൃത്തില്ല. ഞാൻ ഒരു തരി സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓള് ഇവിടെ പിടിച്ചു നിൽക്കും. അത് വേണ്ട മോളെ. അതിനൊരു ജീവിതം കിട്ടിക്കോട്ടെ. എത്ര സന്തോഷത്തിലാണ് എൻ്റെ ഇക്കാന്റെ കയ്യും പിടിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. അത് അതിന്റെ കണ്ണും മോറും കണ്ടില്ലേ? അതിന്റെ കളിയും ചീറി ഒന്നുമില്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ എല്ലേതും നഷ്ടപ്പെട്ടിട്ട് എല്ലാ സ്വപ്നങ്ങളും എല്ലേതും ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കണം. അത് വേണ്ട വെച്ചിട്ട് അത് ഈ ദേഷ്യം പിടിച്ചിട്ടെങ്കിലും ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. അല്ലാതെ അതിനോടൊക്കെ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. അതിന് നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടണ. ഇമ്മാക്ക് അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇത്താനോട് കാര്യം തുറന്ന് പറഞ്ഞാൽ പോരെ. അത് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം. അത് ഓളോട് പറഞ്ഞ് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട. നല്ലപോലെ ഓളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ഉമ്മാന്റെ കുട്ടിക്ക് തോന്നുന്നുണ്ട. ഒരിക്കലും സമ്മതിക്കൂല മോളെ. അതിന് ഓളൊരു കാലത്തും സമ്മതിക്കൂല. എൻ്റെ ഇക്കാന്ന് വെച്ചാലേ അതിന് ജീവനെ. അതിപ്പോ 2 ദിവസമായിട്ടുള്ളൂ. അത് നല്ലപോലെ ഒന്ന് കരയാതെ നടക്കലോടത്തിട്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അതിനിങ്ങനെ കുത്തി നോവിക്കണത്. എന്നാലെങ്കിലും അത് അതിന്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ വെച്ചിട്ട്. പക്ഷെ അത് പോണിയാന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ നമ്മള്? അതിനും വേണ്ട കുട്ടി ഒരു ജീവിതം. 5 പ്രായമല്ലേ ഉള്ളൂ അതിന്. ഇനി മുതലേ ഇങ്ങനെ ഓളോട് ഞാൻ പെരുമാറുള്ളൂ. അല്ലാത്തൊരു സ്നേഹം ഇങ്ങിൻ്റെ അടുത്തുനിന്ന് കിട്ടൂല ഓൾക്ക്. അതിന്റെ മനസ്സിലിരുന്നോട്ട് ആ സ്നേഹം ഓളം നല്ലതിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഓളെ ഇവിടെ പൊടിച്ച് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. അതിന്റെ ജീവിതം നരകിച്ച് കാണുന്നത് നമ്മൾ കാണണം. അതിപ്പോ നമ്മളെ മുന്നിലെ കണ്ണീരും കഴിച്ചില്ലാതെ നടക്കും. ആ റൂം കയറി വാതിലടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനോട് ഇനി പെരുമാറുള്ളൂ. ഇനിയിപ്പൊ ഇത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഇന്റെ ആളിനൊന്ന് പോയി അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ലാതെ അതിന്റെ ഭാവി നഷ്ടപ്പെടുത്തി
അത് ഇഞ്ഞിവിടെ എൻ്റെ കാനം ഓർത്തുങ്ങാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീവിതം നഷ്ടാവുള്ളൂ. അത് വേണ്ടാച്ചിട്ടാ മോളെ. ഇനിയിപ്പൊ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനോട് ഇങ്ങനെ പെരുമാറുള്ളൂ. അത് ഓൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇനി ഇതിനെ ചൊല്ലി എന്ത് പ്രശ്നം ഈ പെരയിലുണ്ടായാലും ഓളമ്മന്നെ വന്ന് ഇന്നെ എന്ത് പറഞ്ഞാലും യാതൊരു പ്രശ്നമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് ഇക്കും പഠിച്ചവനക്കറിയാം. എനിക്കത് മതി. വേറെ ഒരാളെ ബോധിപ്പിക്കണ്ട. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിന്റെ ജീവിതം ഇങ്ങനെ തൊലക്കല്ലേന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മാറ്റോട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിനോട് അരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഞ്ഞിവിടെ നിൽക്കും മോളെ. അതുകൊണ്ടാണ് കാണാൻ വയ്ച്ച അതിന്റെ കണ്ണീര്. ഇമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. താക്കും വേണ്ട ഒരു ജീവിതം, ചെറിയ പ്രായം.